ഹലോ, വെൽക്കം ടു ചാനലിലേക്ക്. ഇപ്പം നമ്മുടെ ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം വന്നപ്പോഴാണ് കൂടുതൽ കേരളത്തിലുള്ളവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. മീഡിയകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നത് ഈ യുദ്ധത്തിന് ശേഷമാണ്. ഇസ്രായേലിനെ കുറിച്ച് അത് ഒരുപാട് കാര്യങ്ങൾ അറിയാതെയൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഈ ഇസ്രായേലിൻ്റെ ഗോത്രം അഥവാ അവരുടെ പൂർവിക ചരിത്രം എന്നുള്ളതിനെക്കുറിച്ച് ലഘുവായ രീതിയിലൊരു ചരിത്രത്തിൻ്റെ മെയിൻ ഭാഗങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് കരുതി. കാരണം ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളും ചിന്തകളും ഒക്കെയാണ് ഇന്ന് സമൂഹത്തിൽ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശമുണ്ട്, അത് വേറെ രീതി. അപ്പം ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക പരമ്പരയിൽ, എല്ലാ മനുഷ്യരും പ്രവാചക പരമ്പരയിൽ തന്നെ എന്നാണ് വന്നേക്കുന്നത്. ഇത് ഒരുപാട് പേരെ കുറിച്ച് പടച്ചാമ്പരം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വന്നിട്ടുണ്ട്, ചിലരെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്നാൽ മൊത്തത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാവരും ആദ്യ പിതാവായ ആദം നബിയും ഹവ്വ ഉമ്മയുടെയും സന്താന പരമ്പരകളാണ്. അതെല്ലാം പിന്നെ ഒരേ ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന പ്രവാചകന്മാരെ ശൃംഖലയാണ്. അതിൽ നിന്നും ഇങ്ങനെ മാറി മാറി പിരിന്ന് വന്നതാണ് മുഴുവൻ മനുഷ്യരും. ഇനി പല ആരാധനകളും ആചാരങ്ങളുമായിട്ട് പലരും ജീവിക്കുന്നു. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൂത, അങ്ങനെ ഒരുപാട് മതങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ എടുത്ത് പറയുന്നതിനകത്താണ് ഇവരെ കുറിച്ച് പറയുന്നുണ്ട്, അറബികളെ കുറിച്ചും അതുപോലെ ഈ ഇസ്രായേൽ ഗോത്രത്തെ കുറിച്ച്. എന്താണ് ഇസ്രായേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവരുടെ പേരല്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകൾ ഇസ്മായിൽ നബി സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ കിടക്കുന്നു. അതുപോലെ തന്നെ യാക്കൂബ്, ഇസ്ഹാക്ക്, ഈ സന്താന പരമ്പരകളുടെ പിൻഗാമികളാണ്, തലമുറകളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പം യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന്. അല്ല, ഇവരുടെ ഇന്നത്തെ ആ രാജ്യത്തിൻ്റെ പേരല്ല. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളായിട്ട് തിരിച്ചു. ഇവര് ആദ്യകാലം മുതൽ തന്നെ പലയിടത്ത് ഇവർ ഒരിടത്ത് ജീവിക്കുന്നവരായിരുന്നില്ല, പലയിടത്തും തെന്നിത്തെറിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണങ്ങൾ, രാജ്യങ്ങളില്ലാതെ പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ജീവിച്ച് വന്നവരാണ്. ഈ നമുക്കറിയാം, ഹിറ്റ്ലർ ഇവരെ കുറേ കൊന്നൊടുക്കി. അദ്ദേഹം ഒരു വംശഹത്യ ചെയ്തു. വംശഹത്യയിൽ ഒരുപാട് ഭൂരിപക്ഷം എണ്ണത്തിനെ കൊന്ന് അവിടെ പിന്നെ അയാൾ കുറേ പേരെ ബാക്കി വെച്ചു. അതിനായി അദ്ദേഹം പറയുന്ന ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് വരും കാലത്ത് മനുഷ്യർ അറിയാനും പഠിക്കാനും വേണ്ടിയാണ് ഞാൻ ഇവരെ ബാക്കി ഇട്ടേക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാദമാണ്, ചിന്തയാണ്. എന്തായാലും അതും ശരിക്കും വംശഹത്യയാണ്, അതും പാപമാണ്, യാതൊരു സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം എടുക്കുമ്പോൾ ഈജിപ്തിലും കുറേ ഉണ്ടായിരുന്നു. അവരവിടെ മൂസാ നബിയുടെ ഒരു കീഴിൽ ഇവർ ചെങ്കടൽ കടന്ന് ഇങ്ങ് എത്തിയതാണ്. അതിൻ്റെ കാരണം ഫറഔൻ എന്ന് പറഞ്ഞ ഈജിപ്തിൻ്റെ ഒരു ഭരണാധികാരി, അദ്ദേഹം ക്രൂരനായിരുന്നു, ബഹുദൈവ വിശ്വാസിയായിരുന്നു. എല്ലാ ബഹുദൈവങ്ങളെയും വിശ്വസിക്കുകയും ഏകദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരെ കാലാകാലമായിട്ട് ദൈവം നിയോഗിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് ഏകദൈവത്തെക്കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ചും പഠിപ്പിക്കാനാണ്. അതാണ് മൂസാ നബി ആ കൊട്ടാരത്തിൽ വളർന്ന ആളാണ്, അത് വേറെ ചരിത്രമാണ്. പക്ഷേ മൂസാ നബി എടുത്ത് പ്രബോധന പ്രവർത്തനത്തിനായിട്ട് ദൈവം അള്ളാഹു നിയോഗിച്ചു. ആ ഫിറോന്റെ അടുത്ത് നിന്ന് ഏകദൈവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. ആ ഫിറോൻ തന്നെ ദൈവം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സൃഷ്ടാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എതിരായി, അങ്ങനെ വധിക്കാൻ ശ്രമിച്ചു. അവിടുന്ന് വധിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ ഈ മൂസാ നബിയും കൂടെ വിശ്വസിച്ച അനുയായികളുമായിട്ട് അവിടുന്ന് നാട് വിടാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ ആ കുറച്ച്, പല കണക്കും പറയുന്നുണ്ട്, എങ്കിൽ ആ കുറച്ച് ആൾക്കാരുമായിട്ട് ചെങ്കടലിൻ്റെ അടുത്ത് വന്ന് അപ്പോഴവർ പിടിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടു. അപ്പോൾ ദൈവം മൂസാ നബിയോട് കൽപ്പിച്ചു തൻ്റെ ഇരിക്കുന്ന വടി കൊണ്ട് ആ കടലിലടിക്കാൻ. അങ്ങനെ ആ കടലിലടിക്കുകയും കടൽ രണ്ടായിട്ട് പിളരുകയും ചെയ്ത് ഈ വിശ്വസിച്ച കുറേ ആൾക്കാരുമായിട്ട് വന്നു. അങ്ങനെ കടൽ കടന്ന് എത്തിയപ്പോൾ എന്തായി, ഈ ഫിറൗനും ബാച്ചും ഇവരെ പിന്തുടർന്നു. കടലിൻ്റെ സെൻട്രലിൽ എത്തിയപ്പോൾ ചെങ്കടൽ മൂടപ്പെട്ടു. ഫിറൗൻ ആ കൂട്ടരോടെ മുങ്ങി മരിച്ചു. ഇന്ന് ഫിറൗൻ്റെ ബോഡി മമ്മി പാർക്കുകളിൽ ഈജിപ്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുംകാല മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാണ്. ദുഷ്ടന്മാരായ ഭരണാധികാരികൾക്ക്, ദൈവനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് അത് ഇന്നും സൂക്ഷിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചില അനേക വർഷം കടലിൽ കിടന്നതാണ്. അത് ദൈവം കാണിച്ചു കൊടുത്തു, അതെടുത്ത് സൂക്ഷിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ ഇവര് ചെങ്കടലിൽ കടന്നിട്ട് സിനാ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ വന്ന് ഇവർ കാനായിലെത്തി. ഇവർക്ക് പറയപ്പെട്ട് മൂസാ നബി വാഗ്ദാനം ചെയ്തു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വസിച്ചു. പിന്നെ ഇവരെന്താണ് ഇവരുടെ സ്വഭാവ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്വഭാവമാണ്. കാരണം ഇവർ ഏറ്റവും കൂടുതൽ വധിച്ചിട്ടുള്ളതും പ്രവാചകന്മാരെ മുഴുവനുമാണ്. ഇവർക്ക് മൂസാ നബിക്ക് ദൈവം കൊടുത്ത ഗ്രന്ഥമാണ് തൗറാത്ത്.
ഖുർആൻ പറഞ്ഞു തരുന്നു. തൗറാത്തിനെ കുറിച്ച് ഇഞ്ചീലിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ തൗറാത്ത് എന്ന് പറഞ്ഞതാണ് അവരിന്ന് തോറ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. എന്നാൽ ഇതിനകത്തുള്ള ഒരു മെയിനായിട്ട് അടിക്കുറിപ്പിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ കൊടുത്ത ഗ്രന്ഥങ്ങൾ അവരവരുടെ കാലഘട്ടം ആ പ്രവാചകന്മാരുടെ സമയത്ത് കുറച്ചുപേരെ വിശ്വസിക്കുന്നുള്ളൂ. ആ പ്രവാചകന്മാരുടെ അന്ത്യമാകുമ്പോഴത്തേക്ക് ആ പ്രവാചകന്മാരുടെ കാലശേഷം ഈ മനുഷ്യരെല്ലാം അതിനകത്ത് കൈകടത്തലുകൾ വരുത്തി. അവർക്ക് ഇഷ്ടമുള്ള എല്ലാം അതിൽ ചേർത്ത് ദൈവവചനങ്ങളൊക്കെ അത് നീക്കം ചെയ്തു. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും വരുന്ന ആ വേറെ ഗ്രന്ഥങ്ങളിലും ദൈവം മാറ്റുന്നുണ്ട്. അതിപ്പോ ഇനി പിൻപറ്റണ്ട എന്ന് പറയും. കാര്യം മനുഷ്യന്റെ കടത്തലുകൾ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ തോറ എന്ന ഗ്രന്ഥത്തിലും ജൂതന്മാർ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കയറ്റി. അതുകൊണ്ട് ആ തോറയും തള്ളപ്പെടണം. ഇനി ഇവരുടെ വിശേഷം എന്താണ്? ഇവര് മൂസാ നബി അവിടെ വന്നിട്ട് മൂസാ നബി ദൈവത്തിന്റെ കൽപ്പനകളെ വാങ്ങാനായി പോയ സമയത്ത് തന്നെ ഇവര് കാളക്കുട്ടി ആരാധിക്കുന്ന ഒരു രൂപമൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് അതിനെയൊക്കെ തച്ചുടച്ച് വീണ്ടും ഇവരെ കൊണ്ട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടിച്ച് മൂസാ നബി പൊറുക്കലിനെ തേടി ഇവർ വീണ്ടും ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയെ വന്നെങ്കിൽ ഇവർക്ക് ശരിക്കും ദൈവത്തെ വിശ്വസിക്കത്തില്ല. അവരുടെ ഒരു സ്വഭാവം അതാണ്. നേർക്ക് നേരെ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് പോലും അതിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവർ പണിയെടുക്കത്തില്ല, മടിയന്മാരാണ്. അങ്ങനെ ഇവർക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടി മൂസാ നബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മൂസാ നബി അത് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, നിന്റെ അള്ളാഹിനോട് നീ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, ഞങ്ങളെ ദൈവമൊന്നും അവര് പറയാറില്ല. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിച്ചപ്പോൾ മൂസാ നബിക്ക് ആകാശ ലോകത്ത് നിന്ന് ഇവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. സൽവ മന്ന എന്ന് പറഞ്ഞ 2 വിഭവങ്ങളാണ്. അതിങ്ങനെ മലയുടെ പുറത്തും പാറയുടെ പുറത്തും ചെടികളുടെ മുകളിലും ഒക്കെ വന്നിങ്ങനെ ഇരിക്കും. അവർ എടുത്ത് യഥേഷ്ടം അവർ ഭക്ഷിക്കും. അത് നല്ല ഫലപുഷ്ടിയുള്ള ആകാശ ലോകത്ത് നിന്ന് ദൈവം കൊടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ ജീവിക്കുകയും അതുപോലെ തന്നെ ഇവര് മടിയന്മാരാണ്, പണിയെടുക്കാത്ത മടിയന്മാരായതുകൊണ്ട് ഇവർ ഈ ഭക്ഷണം കഴിച്ചു. എന്നിട്ടും അവർക്ക് വില കുറഞ്ഞ കിഴങ്ങും ഈജിപ്തിൽ കിട്ടിയ കണക്ക് കിഴങ്ങും സവാള ഉള്ളിയൊക്കെ വേണമെന്ന് പറഞ്ഞ് അവര് മൂസാ നബിയോട് പറയുന്നു. മൂസാ നബി പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവം തന്നെ ചോദിക്കുന്നു, ഈ വില കുറഞ്ഞ ഭക്ഷണം എന്തിനാ അവർക്ക് നല്ലതല്ലേ കൊടുക്കുന്നത്? അപ്പൊ ചുരുക്കിയ ഏടുകളിലോട് അങ്ങ് പോവുകയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വിഷയം എന്താണ്? ഇവര് സ്വന്തം സഹോദരനായ, അതായത് 12 മക്കളെ കുറിച്ച് ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നു. ആശേർ, ബെന്യാമിൻ, ദാർ, എബ്രഹിം, ഗാദ്, ഇസാഖാർ, യഹൂദ, മനശ്ശെ, അഫ്താലി, റൂബൻ, ഷിമയോൻ, സബൂലൂൺ, ഇങ്ങനെയുള്ള 12 പേരാ. പിന്നെ യൂസുഫ് നബിയെ കുറിച്ചും പറയുന്നുണ്ട്. യൂസുഫ് നബി എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ ബാലനായിരുന്ന സമയത്ത് പോലും ഇവരുടെ ക്രൂരതയെക്കുറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണ്? ഇവര് ഈ യൂസുഫ് നബിക്ക് ദൈവത്തിൽ നിന്ന് പ്രവാചകനാക്കാനുള്ള നിയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ബാലനായിരുന്നപ്പം തന്നെ പ്രവാചകന്മാരുടെയൊക്കെ ഒരു ചരിത്രം അങ്ങനെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദൈവം സൂക്ഷിക്കും, അവരെ തെറ്റുകളിൽ നിന്ന് അകറ്റി സംരക്ഷണം കൊടുത്ത് കൊണ്ടുവരും. അതുപോലുള്ള പല പല സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ദൈവം കാണിച്ചു കൊടുക്കും. അത് പിതാവിനോട് പറയും. അപ്പൊ പിതാവിന് ഭയമാണ്, മക്കളെ അവരുടെ അടുത്ത് പറയരുത്, കാരണം അവർ ജ്യേഷ്ഠന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം നിന്നെ വധിക്കാൻ ശ്രമിക്കും. അവർ അസൂയാലുക്കളാണ്. ഏറ്റവും കൂടുതൽ ജൂതന്മാർ അസൂയാലുക്കളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ അറിയിക്കരുതെന്ന് പറഞ്ഞ് രഹസ്യമായി സൂക്ഷിച്ചു. പക്ഷെ ഇത് അവർക്കറിയാം. എന്താണ്? യൂസുഫിന് പ്രത്യേക ഒരു കഴിവുണ്ട്. പിതാവിന് ഏറ്റവും കൂടുതൽ സ്നേഹം യൂസുഫിനോടാണ്. അതുകൊണ്ട് യൂസുഫിനെ കൊല്ലണം, എങ്കിലേ ഞങ്ങൾക്കും ഒരു സ്ഥാനമുള്ളെന്ന് ഇവരെ അസൂയ കൊണ്ട് ഇവരുടെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് എന്താ ചെയ്തത്? ഇവര് യൂസുഫ് നബിയെ ഇവരെ കൂടൊപ്പം ആട്ടിനെ മേയ്ക്കാനും ജോലിക്കും കൊണ്ടുപോകാനായിട്ട് പിതാവിനോട് പലപ്പോഴും പറയാം, ബാലനല്ലേ, ഞങ്ങളെ കൂടെ വരട്ട്, അവൻ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടക്കട്ടെ എന്ന് പറയും. അപ്പൊ പിതാവിന് അറിയാം, പിതാവിനെ വിലക്കും. അവസാനം എന്തായാലും ഇവരെ നിർബന്ധം മുഖേന പിതാവ് എന്ത് ചെയ്ത് വിട്ടുകൂടെ, സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട് ഇവർ കൊണ്ടു ചെന്നിട്ട് ഇവരതിനെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ ഇതിനകത്ത് ഞാൻ 12 പേര് പറഞ്ഞിട്ട് യഹൂദ എന്നും റൂബേനെന്നും പറഞ്ഞ 2 വിഭാഗമുണ്ട്. ഇവർക്ക് കുറച്ചൊക്കെ ഒരു മനസാക്ഷിയുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇവർ പറഞ്ഞ് നമുക്ക് കൊല്ലണ്ട, ഇദ്ദേഹത്തെ നമുക്ക് എവിടെങ്കിലും ഒരു പൊട്ടങ്ങണറ്റിൽ ഇറങ്ങി നിർത്താം, അപ്പോഴത്തേക്ക് കച്ചവട സംഘം വരുമ്പോൾ അവര് ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കോളും, ഇവനെ കൊണ്ടുപോയിക്കോളും, കൊല്ലണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിക്കിയ ഒരു അത് ദൈവത്തിന്റെ ഒരു ഹിതമാണ്. ഇവര് ഒരു വെള്ളമുള്ള കിണറ്റിൽ ഇറക്കി നിർത്തി. അങ്ങനെ അതുവഴി വന്ന കച്ചവട സംഘം ഒരാൾ വന്ന് തൊട്ടി ഇറക്കിയപ്പോഴേക്ക് യൂസുഫ് നബി അത് കയറി പുറത്തെടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. മുകളിലെടുത്ത് നോക്കിയപ്പോൾ ഒരു സുന്ദരനായ ഒരു ബാലനാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം പുറത്തെടുത്തിട്ട് ഇയാൾ വിചാരിച്ച് സംഘത്തിൽ കൊണ്ട് കൊടുക്കണ്ട. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് തുച്ഛമായ നാണയത്തിന് വിറ്റെന്നാ പറഞ്ഞത്. തുച്ഛമായ നാണയത്തിന് വിൽക്കുകയും പിന്നെ അദ്ദേഹം ഈ അസീസ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി അടുത്ത് എത്തുകയും അദ്ദേഹം പിന്നെ ഈജിപ്തിലുള്ള കൊട്ടാരത്തിലെത്തി. അത് വേറെ ഒരു വിശേഷമാണ്.
പിന്നെ അത് വേറെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത് ഈ രീതിയിൽ ഇവര് ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവരുടെ കയ്യിലുള്ളത്. അങ്ങനെ സ്വന്തം സഹോദരനെ പോലും കൊല്ലാൻ അവർ മടിക്കില്ല. പിന്നെ അതിനുശേഷം ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ദൈവത്തെ അങ്ങേയറ്റം നിഷേധിച്ചവരായി മാറി. ദൈവത്തെ നിഷേധിക്കുകയും സകല രീതിയിലുള്ള അക്രമങ്ങളും അഴിമതികളും അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ഇവരവിടെ ഈ ഖാനായിൽ കുറെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരെന്നിട്ട് സുമർ അതിർത്തിയിലേക്ക് എത്തി, മരുഭൂമിയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ഇവരിവിടെ 40 ഏകദേശം ഒരു 40 കൊല്ലക്കാലം ഇവര് തീഹ് മരുഭൂമിയിൽ ജീവിച്ചു. തീഹ് മരുഭൂമിയിൽ ജീവിച്ചിട്ട് യൂഷഹ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെ, യൂഷഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ് ഇവര് കുറേശ്ശെയായിട്ട് ഇസ്രായേലിലോട്ട് ഇവര് ഫലസ്തീനിലോട്ട് അങ്ങിങ്ങായിട്ട് കുടികയറാൻ തുടങ്ങിയത്. അപ്പം ഫലസ്തീനിൽ അങ്ങിങ്ങായിട്ട് ഇവര് കുടികയറി പാർത്തുകൊണ്ട് എന്ത് ചെയ്ത്, പിന്നെ ഇവരെ സ്വഭാവം അറിയാം. ഇവർ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി വന്നിട്ട് ഇവരെന്ത് ചെയ്ത്, ഇവർ കയറുമ്പോൾ മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഇവരെ സ്വീകരിച്ചു. കാരണം നിങ്ങൾ സഹോദരങ്ങളാണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനകത്ത് ഇഞ്ചിയിലും തൗറാത്തിനെ കുറിച്ച് പറയുന്നു. തൗറാത്ത് ഇവർക്ക് കൊടുത്ത ഗ്രന്ഥമാണ്, പക്ഷേ കൈകടത്തിൽ വന്നു അതിനെ അവിടെ നിർത്താൻ പറഞ്ഞു ദൈവം. അതുകൊണ്ട് ഇഞ്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളാണ്. അപ്പൊ ഈ ബൈബിളും യേശുവിന് കൊടുത്താണ്. ഈസാ നബി യേശുവിന് കൊടുത്തതാണ്. അപ്പൊ ഈസാ നബിയും ഇത് പ്രബോധന കാലത്ത് ദൈവം കൊടുത്ത ഗ്രന്ഥമായിരുന്നു. പക്ഷെ ഈസാ നബിക്ക് ശേഷം എന്ത് ചെയ്ത് മനുഷ്യരതിൽ കൈകടത്തലുകൾ വരുത്തി. അവരുടെ ഇഷ്ടത്തിനെല്ലാം അങ്ങോട്ട് ഓരോന്ന് ചേർക്കാൻ തുടങ്ങി. ഈസാ നബിയുടെ ശിഷ്യന്മാര്, ആ ശിഷ്യന്മാർക്ക് ശേഷം വന്ന ശിഷ്യന്മാര്, അതിനുശേഷം വന്ന 3-ാം തലമുറ ശിഷ്യന്മാരാണ് യേശു ഈ ദൈവപുത്രനാണെന്ന് ബൈബിൾ എഴുതി ചേർത്തത്. അതിനു മുമ്പ് യേശുവിന്റെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ കാണാനുമില്ല. അത് ദൈവിക ഗ്രന്ഥം അന്നായിരുന്നു, കാണാനില്ല. യാതൊരു കാരണവശാലും യേശു ഞാൻ ദൈവമാണെന്ന് കൽപ്പിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. യേശു പറഞ്ഞത് പിതാവേ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവർ സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. എൻ്റെ കർത്താവായ നിങ്ങളുടെ കർത്താവായ ഏകദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, വിളിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ യൂതന്മാരാകട്ടെ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാകട്ടെ, ഇവരൊന്നും ഏകദൈവ വിശ്വാസികളിൽ പെട്ടവരല്ല. മീഡിയയൊക്കെ അങ്ങനെ കുറെ തട്ടുന്നുണ്ട്. അല്ല, ഇവരെല്ലാം പിഴവിൽ തന്നെയാണ് ഇവരുടെ ദൈവവിശ്വാസം എന്ന് യാതൊരു സംശയവുമില്ല. യേശു ദൈവപുത്രനല്ല. എന്നാൽ യേശുവിന്റെ ജനനം ഒരു അത്ഭുതകരമായ രീതിയിലാണ്. കന്യാമറിയത്ത് പള്ളിയിലാണ് അവർ ജീവിച്ചിരുന്നത്. അവർക്ക് ഭർത്താവില്ലാതെ തന്നെ അവരുടെ വയറ്റിലൊരു പ്രവാചകന്റെ നിയോഗം ദൈവം തീരുമാനിച്ചിരുന്നു. ആ വിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്തായത്, യേശു പിറന്നത്. ആ യേശു തൊട്ടിലിൽ പിറന്നപ്പം തന്നെ ജൂതന്മാരോട് സംസാരിച്ചു. കാരണം ജൂതന്മാർ പറഞ്ഞു, നീ പിഴച്ചതാണ്, ഇത് പിഴച്ച സന്തതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര വൈരുദ്ധ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ, ഈ ക്രിസ്ത്യാനികളും ഈ ജൂതന്മാരും തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. ആരാധനാ കാര്യത്തിലും അനുഷ്ഠാന കാര്യത്തിലൊക്കെ ഭയങ്കരമായ ശത്രുക്കളാണ്. പക്ഷെ ഇത് ആ നഗ്നമായ ഒരു സത്യമാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള, അധികാരപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ജൂതന്മാരെ അണച്ചുപിടിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് ക്രിസ്ത്യാനികൾ, യൂറോപ്യന്മാർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വിഷയം. അപ്പൊ ഇവിടെ ഈ പിഴച്ച സന്തതിയാണ് യേശു എന്ന് പറയുന്നത്. കാരണം എന്താ, അവരുടെ ഈ ജൂതമതത്തിന്റെ തോറയിലൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് അവര് ബദ്ധ ശത്രുക്കളായി മാറി. എന്നാൽ ഇവിടെ യേശുവിനെ ഇവരെന്ത് കൊല്ലാൻ തീരുമാനിച്ചു. നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനികളും മനസ്സിലാക്കണം ചരിത്രം. യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ജൂതന്മാര് യേശുവിനെ ക്രൂശിക്കുകയും ചെയ്ത ചരിത്രം അവര് പറയുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മുടെ ദാസനെ അവര് ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, കുരിശിലേറ്റിയിട്ടില്ല. അത് ജൂദാസ് എന്ന് പറഞ്ഞ ആളിനെ തന്നെയാണ് യേശുവിനോട് രൂപസാമ്യമുണ്ട് കാണിച്ചു കൊടുത്തത്. യേശുവിനെ അള്ളാഹു പറഞ്ഞു നമ്മിലേക്ക്, ഈസാ നബിയെ നമ്മിലേക്ക് ശരീരത്തോടുകൂടി ജീവനോടുകൂടി ഉയർത്തപ്പെട്ടു. കാരണം യേശു വന്നിരുന്ന് ഈ ജൂതന്മാർ വരുമ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ബൈബിളിലും കാണാൻ കഴിയും. എന്താണ്, ചില വാക്കുകളൊക്കെ അതിലുണ്ട്, അത് സംശയമില്ല. പറഞ്ഞു, ദൈവമേ കഴിയുമെങ്കിൽ എന്നിൽ നീ പാനപാത്രം ഉയർത്തണമേ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നടക്കുന്നത്, നിന്റെ ഇഷ്ടമാണെന്ന് ഈസാ നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പം ഈ ദൈവം അങ്ങനെ കാരുണ്യവാനാ ദൈവം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇതാണ് അവിടെ വരുന്ന മറ്റൊരു സംഗതി. ഇനി ജൂതന്മാര് കൊന്നെന്ന് വിശ്വസിക്കുന്നു, ഇവര് ക്രൂശിൽ തറച്ചെന്ന് ചോദിക്കുന്നു. ഇത് രണ്ടും
അന്ധവിശ്വാസങ്ങളാണ്, ഊഹാപോഹങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എല്ലാ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറയുന്ന അത് രണ്ടും ശരിയല്ല. എന്നിട്ട് ദൈവം ഒരു അറിയിപ്പ് കൊടുത്ത് ഒരു രണ്ട് വിഭാഗത്തോട് എന്താണ്, ഇത്രയും നാളത്തെ ഈ ഗ്രന്ഥങ്ങളെല്ലാം തള്ളണം. ഇനി അവസാനമായിട്ട് യേശു തന്നെ പ്രവചിച്ചു, എല്ലാ പ്രവാചകന്മാരും അവസാനമായിട്ടൊരു പ്രവാചകനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. യേശുവും പറഞ്ഞു, ഞാൻ പോകാതിരുന്നാൽ എൻ്റെ സഹോദരൻ കടന്നു വരികയില്ല, അവൻ എല്ലാ ധർമ്മത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും എന്ന് പറഞ്ഞ്, നീതിന്യായ ബുക്ക് തുറക്കപ്പെടും എന്ന് പറഞ്ഞ്. ഇവര് ക്രിസ്ത്യാനികൾ വിചാരിച്ചിരുന്നത് ക്രിസ്ത്യൻ ഗോത്രത്തിൽ നിന്നും ഒരു പ്രവാചകൻ വരുമെന്ന്, ജൂതന്മാർ വിചാരിച്ചിരുന്നു അവരിൽ നിന്നും വരുമെന്ന്. എന്നാൽ ഇത് രണ്ടിലും അല്ല. പിന്നെയോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകൾ എങ്ങോട്ട് പോയി? സൗദി അറേബ്യയിലോട്ട് പോയി. ഇസ്മായിൽ നബി, ആ പരമ്പരയിൽ നിന്നാണ് പിന്നെ എന്ത് വന്നത്? ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്തത്. അപ്പൊ അതാത് ഭാഷകളിൽ, അതായത് അവരുടെ ഭാഷകളിലാണ് ഗ്രന്ഥം കൊടുക്കുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരമ്പരയിൽ നിന്ന് വന്നതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അതിനെ പറ്റി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും അതിനെ തള്ളപ്പെട്ടു. പക്ഷെ എന്നാൽ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരെടുത്തും അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആദ്യമായി ഈ ഖുർആനെയും പ്രവാചകനെയും നിഷേധിക്കുന്നവരാകരുത് എന്ന് പറയും. പക്ഷെ അവർ ആദ്യം തന്നെ അതിനെ നിഷേധിച്ചു. ഈ ദൈവത്തിന്റെ പ്രവാചകന്മാരെ, യേശു, മറ്റുള്ള പലരെയും കൊന്നൊടുക്കിയ ജൂതന്മാര് ഇവര് ഖുർആനെ ഒട്ട് മൊത്തത്തിൽ തള്ളുകയും ചെയ്തു. എന്നാൽ എല്ലാ ഗ്രന്ഥങ്ങളും ആരെയാണ് ഏൽപ്പിച്ചത്? ഈ മനുഷ്യനെയാണ് ദൈവം ഏൽപ്പിച്ചത് സൂക്ഷിക്കാൻ. പക്ഷെ പരിശുദ്ധ ഖുർആന്റെ സൂക്ഷിപ്പും അതിന്റെ ഉത്തരവാദിത്വവും ദൈവം തന്നെ ഏറ്റെടുത്തു. അതുകൊണ്ട് അതിനകത്ത് ആർക്കും കൈകടത്തലുകൾ പറ്റൂല. കാരണം ഖുർആൻ തന്നെ അതിന്റെ ഒരു വചനം പറഞ്ഞു തരുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നു. എന്താണ്? ഈ ഗ്രന്ഥത്തെ നാം തന്നെയാണ്, ഈ ദിക്റിനെ, അതായത് ഈ ദിക്ർ എന്ന് പറയുമ്പോൾ ദൃഷ്ടാന്തമാണ്, വചനമാണ്, ഒക്കെയാണ്, അതിനെ നാം തന്നെയാണ് അവതരിപ്പിച്ചത്. ഇത് യാതൊരു സംശയമില്ല, ഇതിനെ സൂക്ഷിക്കുന്നത് നാം തന്നെയാണെന്ന് ദൈവം സ്വയം ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് മുസ്ലിങ്ങൾക്കും പറ്റില്ല, മറ്റുള്ളവർക്കും പറ്റില്ല അവർ മാറ്റത്തിരുത്തൽ വരുത്താൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഒരു ഏകാധിപതി വന്നിട്ട് പരിശുദ്ധ ഖുർആനെ മൊത്തത്തില് നശിപ്പിച്ചു, ലോകത്തുള്ള എല്ലാ ഖുർആനും നശിപ്പിച്ചു, ഒരു കോപ്പി പോലും ബാക്കിയില്ലാത്ത അവസ്ഥയെ നശിപ്പിച്ചെങ്കിൽ അടുത്ത നിമിഷം ഈ ഖുർആനെ മുസ്ലിങ്ങൾക്ക് രൂപപ്പെടുത്താൻ ഒരു പാടുമില്ല. കാരണം ഓരോ രാജ്യത്തും ലക്ഷോപലക്ഷം മനുഷ്യരുടെ, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പടച്ചതമ്പുരാൻ ഈ ഖുർആനെ മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രയാസമില്ല. എന്നാൽ ഈ ലോകത്തുള്ള ബൈബിളോ തോറയൊക്കെ ഒന്ന് നശിപ്പിച്ചാൽ പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഏതാനും ചില വാക്കുകളെ പറ്റൂ. പക്ഷെ ഖുർആൻ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു ഇതിനെ നാം തന്നെ സൂക്ഷിക്കും എന്നുള്ളത്. അപ്പം ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ നിഷേധിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഓരോ പ്രവാചകന്മാരെയും കൊന്നപ്പം യേശുവിനെ തന്നെ അവർ ചീത്ത പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേദനിക്കും. കാരണം എന്താ? ഈസാ നബി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദൈവത്തിന്റെ ദാസനാണ്, പ്രവാചകനാണ്. പക്ഷെ അവരതിനെ ദൈവമാക്കി വെച്ചേക്കുന്നു. ഇനി ഈ ജൂതന്മാരെ ക്രൂരതകള് നിങ്ങൾ നോക്കണം. പിന്നെ പലസ്തീനിലേക്ക് പോവുകയാണെങ്കിൽ അവർ സ്വീകരിച്ചു, ഞങ്ങളെ സഹോദരനാന്ന് പറഞ്ഞു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സഹോദരങ്ങളാണ്, ഏകോദര സഹോദരങ്ങളാണ്, ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും മക്കളാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ആരായാലും. അതിനെക്കുറിച്ച് വേറൊരു ചരിത്രം പറയാനേ പറ്റൂ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സഹോദരങ്ങളാണെന്ന് പറയാൻ ഫലസ്തീൻ അവരെ സ്വീകരിച്ചെങ്കിലും അവരുടെ 3 സ്വഭാവത്തെക്കുറിച്ച് പടച്ചതമ്പുരാൻ പറഞ്ഞു തന്നു. കാരണം അവർ അങ്ങേയറ്റം ദൈവനിഷേധി. ആദ്യം തന്നെ ഇവരെ കരാർ ലംഘിക്കുന്ന ദൈവത്തോടാണ്. ആ ദൈവത്തോട് അവർ കരാർ ലംഘിക്കുമ്പോൾ ദൈവം എത്ര ഇവർക്ക് മാപ്പ് കൊടുത്ത് വീണ്ടും ഇവർ പൊറുക്കലിനെ തേടാൻ പറഞ്ഞു, ഇവർ ചെയ്യും, വീണ്ടും ധിക്കരിക്കും. അങ്ങനെ ധിക്കരിച്ച് അവസാനം ഇവര് ഒരു പശ്ചാത്താപത്തിന്റെ വക്കിലെത്താത്ത രീതിയിൽ ഇവർ പോയി. ക്രിസ്ത്യൻ അതേ സ്വഭാവമാണ്. അപ്പോഴാണ് എന്ത് ചെയ്ത് യൂത നസാറാക്കൾ അള്ളാഹുവിന്റെ ശാപം എന്നും പറഞ്ഞ് അള്ളാഹു തന്നെ പറഞ്ഞു. കാരണം എന്താണ്? അവരുടെ കൂട്ടത്തിലുള്ള റബ്ബിമാരെ തന്നെ ദൈവങ്ങളാക്കി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഒന്നാമത് അവര് കരാർ ലംഘിച്ചു. ഇവരെ 3 സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, ഒന്ന്, ഇവര് കരാർ ലംഘിക്കാൻ മിടുക്കന്മാരാണ്. ഈ ജൂതന്മാര് കരാർ ലംഘിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? കള്ളം പറയും. നിരന്തരം ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരെ അവർ അപ്പഴി ചതിച്ചു കളയും. വിശ്വസിച്ചങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പഴി ചതിച്ചു കളയും. ഈ 3 സ്വഭാവങ്ങൾ ദൈവം പറയും ഇവർക്കുണ്ട്. ഇവരെ വിശ്വസിക്കരുതെന്ന് പിന്നെ മുസ്ലിങ്ങളെടുത്ത് പരിശുദ്ധ ഖുർആൻ വഴി പ്രവാചകന്റെ അടുത്ത് പറഞ്ഞു, അവരെ നിങ്ങൾ വിശ്വസിക്കരുത്, കാരണം അവർ ചതിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 വിഭാഗവും ശരിക്കും ഊഹങ്ങളിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾക്ക് അങ്ങനില്ല. അവർ സഹോദരങ്ങളായിട്ട് തന്നെ കരുതുന്നു. ഇന്നൊരു സമാധാനം ഉണ്ടാവണമെങ്കിലോ ഇവരൊന്ന് നന്നായാൽ അവർക്കൂടെ സമാധാനം ഉണ്ടാവും. ഇനി യൂതന്മാർക്ക് കുറെ ബുദ്ധിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് കുറെ ബുദ്ധി കൊടുത്തിട്ടുണ്ട് ദൈവം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരെ ഈ 3 സ്വഭാവമുണ്ട്. ഇനി ഇവരുടെ നാശം ആർക്കാ? ഒരു ഹമാസിനെ കൊണ്ടൊന്നും ഇവരെ നശിപ്പിക്കാൻ കഴിയില്ല.
ഇവരെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നാശത്തെക്കുറിച്ച് പടച്ചതമ്പുരാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അത് ഈ ക്രിസ്ത്യാനികൾക്കും ബാധിക്കും. കാരണം ഈ പോയ ഇവര് ക്രൂശിച്ചെന്ന് ഇവര് സ്വയം വിശ്വസിക്കുന്ന ഈസാ നബി കടന്നു വരും. ഈസാ നബി കടന്നു വരും. അപ്പൊ അത് അന്ത്യനാളിന്റെ അടയാളത്തിന്റെ രൂപങ്ങളാണ്. അത് വേറെ വലിയ രീതിയിൽ സംസാരിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞവൻ അന്ത്യനാൾ അടുപ്പിച്ചു വരും. അവനെ ദൈവമായിട്ട് ഇവർ രണ്ട് വിഭാഗക്കാരും കൂട്ടും. അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കൂട്ടും. അവനെന്താണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നവൻ ദൈവമാണെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാ ഈ ലോകം മൊത്തം കറങ്ങി നടക്കും. പക്ഷെ അവരെ ഈ അവിശ്വാസികളെല്ലാം അവൻ്റെ കൂടെ കൂടുകയും ചെയ്യുന്ന, വിശ്വാസികൾ ഒരിക്കലും അവൻ്റെ കൂടെ കൂടില്ല. അവൻ ശരിയല്ല എന്നറിയാം, അവൻ കള്ളനാണെന്നറിയാം. അപ്പൊ ഇത് വലിയ വിഷയമാണ് ചുരുക്കി പറഞ്ഞ്. അപ്പൊ അവരോട് ഇവരെല്ലാം കൂടും. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടുപേര് കടന്നു വരുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ഈസാ നബിയുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈസാ നബി മസ്ജിദുൽ അഖ്സയില് ബൈത്തുൽ മുഖദ്ദിസ് ഇവിടെ എന്തായിരിക്കും, രണ്ട് മലക്കുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇവരിങ്ങനെ ഇറങ്ങുമെന്ന്. ഈസാ നബി ഇറങ്ങും, ഈസാ നബിയുടെ ശരീരത്തിനെല്ലാം വെള്ളത്തുള്ളികൾ ഇറ്റ് വീഴും, ഇറങ്ങും. അദ്ദേഹം വന്ന് ഖുർആന്റെയും സുന്നത്തിന്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് ഭരണം നടത്തും. എല്ലാം മുസ്ലിങ്ങളും അദ്ദേഹത്തിൻ്റെയോടൊപ്പം കൂടും. എന്നാൽ ഈ വരുന്ന ദജ്ജാലിനോടൊപ്പം കൂടത്തിൽ. ഇവിടെ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞും അറിയാതെ ഇവർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും അറിയാം. പക്ഷെ ആധിപത്യവും പൗരോഹിത്വമൊന്നും ഇവരുടെ മനസ്സിനെ ഇതിനെ അംഗീകരിക്കാൻ സാധ്യമാകില്ല. കാരണം അവർ അടക്കി ഭരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ജൂതന്മാരുടെ നശീകരണം ആ ഈസാ നബിയോടുകൂടി അവസാനിക്കും എന്നൊക്കെ അന്ത്യനാളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഇവരെ ഇപ്പോഴൊന്നും അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല. ഇവരിങ്ങനെ വളർന്ന് ഇവരെ ക്രൂരതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇനി ഇവരെ എന്തുകൊണ്ടാണ് ഈ അമേരിക്കയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്? അതായത് ഏകദേശം 100 വർഷത്തിന് മുമ്പ് തൊട്ട് ഇവരിങ്ങനെ അനുഭവിച്ചു വരികയാണ്. കാരണം ഇവര് UN സമിതി എന്ന് പറയുന്ന സമിതി ഉണ്ടാക്കി. UN സമിതി യൂറോപ്പ് ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ്? ഈ യൂത രാജ്യം അവിടെ ആക്കാനാണ്. അപ്പൊ ഫലസ്തീന്റെ ഒരു ഭാഗത്ത് യൂതരാജ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അന്ന് ഈ പാവങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞ്, നിങ്ങൾക്ക് സമ്പത്തൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും ഫലസ്തീൻ രാജ്യമാക്കി തരാം, അതേവരെ ഇവര് രാജ്യമായി നിൽക്കട്ടെന്നും പറഞ്ഞ് ലോകത്തുനിന്ന് മൊത്തം അമേരിക്ക തന്നെ മുൻകൈ എടുത്ത് ആവശ്യമുള്ള സമ്പത്തും കൊടുത്ത് യൂതരാജ്യം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തതിന്റെ പിന്നിൽ അമേരിക്കയുടെ ഉദ്ദേശം എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കൊള്ളയടിക്കാം, എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാം. ഈ എണ്ണ സമ്പത്തുകൾ കൊള്ളയടിക്കാൻ വേണ്ടി അവർക്ക് ഈ പാശ്ചാത്യ രാജ്യത്ത് ഒരു ഇടത്താവളം വേണം. ആ ഇടത്താവളമായിട്ട് അവർ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഇവന്മാർ തന്നെയാണ്. കാരണം മുസ്ലിങ്ങളെ പറ്റിക്കാനും ചതിക്കാനും കൊല്ലാനും ഇവന്മാർ തന്നെ നല്ലത്. അങ്ങനെ അവന്മാരെ രാജ്യമാക്കി കൊടുത്തു. അത് ഇടത്താവളമാക്കിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ ഏത് രീതിയിൽ പരസ്പരം തല്ലിക്കാനും പോരടിപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വളർത്താനും എല്ലാരിൽ നിന്നും ആയുധം കൊടുത്ത് പണം സ്വീകരിക്കാനും ശത്രുവിനും മിത്രത്തിനും ആയുധം കൊടുക്കും, തമ്മിലടിപ്പിക്കും. അതുവഴി സമ്പത്തുണ്ടാക്കാം, എണ്ണകളൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാം. അതിനുവേണ്ടിയാണ് ഈ ജൂതരാജ്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഈ ജൂതരാജ്യം അവിടെ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ മാത്രം ആവശ്യവുമാണ്, യാതൊരു സംശയമില്ല. അല്ലാതെ ഈ ജൂതന്മാരോട് ഇവർക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ രാജ്യം അവിടെ ഉണ്ടാകണം, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇതിനു വേണ്ടിയാണ് എന്ത് ചെയ്തത്? അവിടെ ഈ രാജ്യം ഉണ്ടാക്കി കൊടുത്തത്. അതിനെ നിലനിർത്തേണ്ടതും ഇവരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി അവർ അശ്രാന്തം പരിശ്രമിക്കും. കള്ളന്മാരാണ്, യാതൊരു സംശയമില്ല. അവരാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. ഇത് തിരിച്ചറിയണം, ഇത് മനുഷ്യർ തിരിച്ചറിയണം. അപ്പൊ ചുരുങ്ങിയ രീതിയിലാണ് പോകുന്നത്. ചരിത്രം എവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പം ഈ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ രീതി കൊണ്ടുപോയെങ്കിൽ മാത്രമേ അമേരിക്കക്ക് സമ്പത്ത് ഊറ്റാൻ പറ്റൂ, ഈ പാവങ്ങളെ തമ്മിലടിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ചരിത്രമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ നാട്ടിൽ കുറച്ച് വക്കീലും അഡ്വക്കേറ്റുണ്ട്, ഇവരൊക്കെ നല്ലവരാന്ന് വിചാരിച്ചിരുന്നത്, തെറ്റിപ്പോയി. ഇവര് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഇസ്രായേല് ബോംബ് കൊണ്ട് വംശഹത്യ ചെയ്യുന്നു, അമേരിക്കയും ബോംബ് കൊണ്ട് വംശഹത്യ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരെന്താ ചെയ്യുന്ന? കുറച്ച് അഡ്വക്കേറ്റന്മാരെ പ്രസക്തരായ ഇവരൊക്കെ ചെയ്യുന്ന നാവ് കൊണ്ടാണ് വംശഹത്യ ചെയ്യുന്നത്. ഒരാൾക്കാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടുകൂടാ, മുസ്ലിം ലീഗിനെ കണ്ടുകൂടാ, അങ്ങനെ ഹമാസിനെ കണ്ടുകൂടാ. അദ്ദേഹം ഇരുന്നും കൊണ്ട് കുറെ പ്രായമായി, അതിന്റെ സ്വാഭാവികമായിരിക്കാം. അപ്പൊ ഇങ്ങനെ അങ്ങ് തട്ടിവിടുകയാണ്. പിന്നെ മറ്റു പലരും ഉണ്ട്, എനിക്കിപ്പം ഈ ഹമാസിന്റെ ചരിത്രമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കേണ്ട കാര്യമില്ല, പിന്നെ എന്തിനാണപ്പ
വായി വരുന്ന വിളിച്ചു പറയുന്ന ചരിത്രം പഠിക്കണ്ടെങ്കിൽ പഠിക്കാതിരിക്കുക, വായി വരുന്ന പറയാതിരിക്കുക. ഒരു ചാനലിൽ കയറുന്നുണ്ട് ഭയങ്കര ഇന്റർവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്ന, നാവ് കൊണ്ടാണ് വംശഹത്യ ചെയ്യുന്നത്. അവരെ കൊണ്ട് കഴിയുന്ന പണി അവരും ചെയ്യുന്നുണ്ട്. ജൂതന്റെ പണി അവരും ചെയ്യുന്നുണ്ട്, ഇത് തന്നെ അമേരിക്കന്റെ പണി അവരും ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് അവർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർക്കറിയില്ല ഇത് എന്തിനാ ചെയ്യുന്നത്. അപ്പൊ സഹോദരങ്ങൾ, ഒരുപാട് സമയം വർദ്ധിച്ചു പോയതുകൊണ്ട് ഇവിടെ വെച്ച് ഇതിനെ നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഇനി അടുത്ത വീഡിയോയിലേക്ക് പ്രവാചകന്മാരെ മനുഷ്യൻ ആദം നബി തൊട്ടുള്ള ഒരു ചരിത്രത്തെ കുറിച്ച് ഇനി വരുന്നുണ്ട്. അതിനകത്ത് ഇനി പല കാര്യങ്ങളും സൂചിപ്പിക്കാനുണ്ട്. അവിടെ നിർത്തുന്നു. നമസ്കാരം. ഇത്രയും